ഞാൻ 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ജാൻസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മാട്ര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം, എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൽ ക്യാൻസറായിരുന്നു. ഫാദർ മുള്ളേഴ്സിലായിരുന്നു. അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പ്രായം അധികമായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. 1 മാസത്തോളം വീട്ടിൽ കിടന്നു. ഭക്ഷണം കഴിക്കത്തില്ല. വായിന്ന് പയ്യനെ പച്ച നിറത്തിൽ ഛർദ്ദി തുടങ്ങി, ലൂസ് മോഷൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ക്ലാസ്സും ധ്യാനവും കൂടുമായിരുന്നു. അപ്പം ഒരു മെയ് മാസത്തിൽ അച്ഛൻ പറഞ്ഞു, ഇന്ന പോലത്തെ അസുഖങ്ങളുള്ള ഒരാളെ, രോഗിയെ, ഒരമ്മേനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മയാണ്. അങ്ങനെ അമ്മേനെ ബെഡിൽ നിന്ന് ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷേ ആരും സമ്മതിച്ചില്ല. എങ്കിലും ട്രെയിനിന് കയറ്റി അമ്മേനെ കൊണ്ടുവന്നു. അന്നമ്മ ഈ നടുഭാഗത്തായിട്ട് ആ കസേര 2 മാറ്റിയിട്ട് അവിടെ കിടക്കുമായിരുന്നു. അമ്മയ്ക്ക് ആകെ കുടിക്കാവുന്നത് കരിക്കും വെള്ളവും പിന്നെ ഗോർലസ് പൊടി കലക്കിയും ഗ്ലൂക്കോസ് പൊടി കലക്കിയും കൊടുക്കുമായിരുന്നു. അത് ശകലിച്ചേ കുടിക്കും. അങ്ങനെ അവിടെ കിടന്നു. വൈകുന്നേരം വരെ അവിടെ ഇച്ചിരിച്ചേ കൊടുത്ത് കിടന്നു. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂശി അമ്മേൻ്റെ നെറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ച സമയം മുതൽ അമ്മ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയതേ അമ്മ കഞ്ഞി ചോദിച്ച് മേടിച്ച് കുടിച്ചു. ഇന്നിപ്പോൾ 2.5 വർഷമായി അമ്മ അന്നത്തേനേക്കാളും 4 ഇരട്ടി ആരോഗ്യത്തിലും കൃപാസനത്തിലും ഇടയ്ക്ക് വരുന്നുമുണ്ട്. ആ അമ്മയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും പറഞ്ഞിരുന്നു, കാണാൻ വരുന്നവരൊക്കെ പറയുമായിരുന്നു, ഇനി അടുത്തത് പോകാനാകുമ്പം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാണ് ദൂരെയുള്ളവരൊക്കെ കണ്ടേച്ച് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. കാറ്, ബസ് ഇങ്ങനെയുള്ളതൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്കപ്പം ഓക്സിജൻ കിട്ടാതെ വരും. ഞാൻ ഓക്സിജൻ കിട്ടാതെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവർ ഓക്സിജൻ വെച്ച് തരണം, എങ്കിലേ എനിക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഞാൻ ഒരു ദിവസം യാത്ര ചെയ്തപ്പം എനിക്ക് കൃപാസനോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ബസ്സിൽ നിന്ന്, ഇവിടെ കൃപാസനത്തിൽ നിന്ന് വരുന്ന ബസ്സായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ അഡ്മിറ്റാക്കുകയും ഞാൻ തിരിച്ചു പോവുകയും കൃപാസനത്തിൽ വരാതെ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ വന്നു. അന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എന്നെങ്കിലും എന്നെ കൃപാസനത്തിൽ വന്നാൽ എൻ്റെ ഈ അസുഖം മാറ്റിയെടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അമ്മയുടെ ഉപ്പ് സ്ഥിരമായി ഉപയോഗിച്ചു. ഇന്നിപ്പം എനിക്ക് എത്ര ദൂരം യാത്ര ചെയ്താലും ഏത് വണ്ടിയെ പോയിരുന്നാലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. മൂന്നാമതായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2-3 ബസ് കയറിയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം അമ്മയുടെ പത്രം വേല ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഈ കാശ് രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെട്ടു, എങ്ങനെ നഷ്ടപ്പെട്ടു? 3 ബസ് കയറി ഞാൻ പോയത് കാരണം എനിക്കൊന്നും അറിയില്ല. അങ്ങനെ അന്ന് നല്ല മഴക്കാലം, ഒരു ജൂലൈ മാസമായിരുന്നു. ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് ഇത് അറിയുന്നത്, കാരണം ഞാൻ എൻ്റെ മാലയിലാണ് ഇട്ടത്, അതുകൊണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർത്തുണ്ട്, മാലയിലിട്ടാൽ അത് ആഭരണവും കയ്യിൽ പിടിച്ചാൽ ആയുധമാവും. അപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഓർത്തു, എനിക്ക് ആയുധമാണ് വേണ്ടിയത്, ആഭരണമല്ല എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അതുകൊണ്ട് എനിക്ക് ആകെ നോക്കാൻ പറ്റുന്ന, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി അത്രയും സ്ഥലമേ എനിക്ക് പറ്റുള്ളൂ, ബാക്കി മുഴുവനും യാത്ര ബസ്സിലാണ്. അപ്പോൾ എനിക്കറിയത്തില്ല ഏത് ബസ്സിൽ കയറി എവിടുന്ന് ഒന്നും അറിയത്തില്ല. ഇത്രയും ദൂരത്തിനുള്ള അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ്, എൻ്റെ മുന്നിൽ വന്ന് കിടക്കണം, ഞാൻ എടുത്തോളാം, ഞാനത് സാക്ഷ്യവും പറഞ്ഞോളാം എന്ന്. അങ്ങനെ ഞാൻ ഞായറാഴ്ച രാവിലെ 6:30 കുർബാനയ്ക്ക് 6:10 വീട്ടിൽ നിന്ന് ഇറങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി ഇറങ്ങി. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി തീർന്നില്ല. അതിന് മുമ്പ് ടൗണിൽ 3 ഇങ്ങനെ കവലയുള്ളവർക്ക് നടുക്ക് ഈ മഴക്കാലത്ത് ഈ കാശ് രൂപ അവിടെ കിടക്കുന്നു. ഞാൻ അപ്ലൈ എടുത്തു. എനിക്കത് നല്ല ഉറപ്പുണ്ട്, അത് അമ്മ മാതാവ് എടുത്ത് എവിടുന്നേലും കൊണ്ടുവന്ന് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഈ കാശുരൂപം കണ്ടാൽ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ഉടമ്പടി കാശുരൂപം അത്രമേൽ സ്ഥലത്താണ് കിടന്നത്. അന്ന് മുതൽ ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാശുരൂപം പിന്നീട് കൈ ഇങ്ങനെ കൊന്തേ കോർത്ത് അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് അമ്മേനോട് എന്ത് ചോദിച്ചാലും അമ്മ തരും. ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മേ, എനിക്കൊത്തിരി ഏജായി, എനിക്കൊരു ജോലിയൊന്നുമില്ല, എൻ്റെ മക്കളെ പഠിക്കണം. അമ്മ അത് ഏറ്റെടുത്ത് എനിക്കൊരു ജോലി തന്നു. അതിനുശേഷം ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മേ, എനിക്ക് വണ്ടി ഓടിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കാർ വാങ്ങാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. അതും അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഇന്നിപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തമായിട്ട് എനിക്കൊരു ശകലം ദൂരമെങ്കിലും വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന്. ഇന്ന് ഞാൻ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്നുണ്ട്. എൻ്റെ അമ്മ മാതാവാണ് എനിക്കത് സാധിച്ചു തന്നത്. എനിക്ക് കിട്ടിയ ദൈവവചനം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പദ്ധതിയിൽ വിവാഹം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ്. രണ്ടാമത് എനിക്കൊരു വചനം കിട്ടിയത്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നാണ്. ആ 2 വചനം കിട്ടുമ്പോഴും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇന്ന് ഈ ദിവസം 2 കൊന്ത ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ 1 കൊന്ത ചെല്ലി തീർത്തു. രണ്ടാമത്തെ കൊന്തയുടെ ആദ്യത്തെ രഹസ്യം തുടങ്ങിയപ്പം മുതൽ
ഭയങ്കര സുഗന്ധാഭിഷേകം. കാരണം മുല്ലപ്പൂവാണെന്ന് ചോദിച്ചാൽ അല്ല, പാരിയാതപ്പൂവാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കൂടിയൊരു മണം. ആ ഒരു രഹസ്യം ചെല്ലുന്ന സമയം മുഴുവനും ആ റൂമിലുണ്ടായിരുന്നു. എൻ്റെ മോനും ആ സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃപാസന പേപ്പർ ഞാൻ തമിഴിലും കന്നഡയിലും മലയാളത്തിലും വാങ്ങിച്ച് ഓരോരുത്തർക്കും എനിക്ക് കിട്ടിയ അനുഭവം പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മോന് എവിടുന്നെങ്കിലും ഒരു ഡ്രസ്സോ 2 ഡ്രസ്സോ കിട്ടിയാൽ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എൻ്റെ മോന് കൊടുക്കും. 2 വാങ്ങിച്ചാൽ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ അവൻ്റെ അതേ പ്രായത്തിലുള്ള ആർക്കെങ്കിലും ഞാൻ കൊടുക്കും. അതുപോലെ ഞാൻ എനിക്ക് ചിലർക്ക് നമുക്ക് തന്നെ അറിയാം അവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്നാലാകുന്ന ചെറിയ പൈസ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുക്കും. പിന്നെ ഞാൻ ചിലർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, കോടാനുകോടി നന്ദി എന്നെ ഈ അൾത്താരയിൽ നിർത്താൻ സഹായിച്ചതിനും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ജാൻസ് എന്ന സഹോദരി ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത് വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാനോ അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമോ ആയ കാര്യങ്ങളല്ല ജാൻസ് ഇവിടെ ഏറ്റുപറഞ്ഞത്. അമ്മയുടെ ഈ പ്രായത്തിൽ വളരെ ശക്തിയോടുകൂടി, വളരെ ആർജവത്തോടുകൂടി ഈ അൾത്താരയിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയും എല്ലാവരും കൈവിട്ടപ്പോഴാണ്. ഇനി ദൈവത്തിന് മാത്രമേ ഈ മകൾക്ക് ജീവൻ നൽകാനാവൂ എന്നുള്ള വലിയ ഒരു ഉറപ്പോടുകൂടി, അടയാളത്തോടു കൂടിയാണ് ഇന്ന് ജാൻസിൻ്റെ അമ്മ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അമ്മയുടെ ക്യാൻസർ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുകയും പക്ഷേ അമ്മയുടെ വീട്ടുകാരെല്ലാവരും വന്ന് ഇനി മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കാണാൻ വരാം, അങ്ങനെ ഒരു അവസാന കാഴ്ച ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുപോയിട്ടുള്ളവരാണ്. ഇന്ന് അമ്മ ലോകം മുഴുവനും ഇന്ന് ഈ അമ്മയെ ഇന്നു മുതൽ കാണാൻ പോവുകയാണ്. കാരണം ഈശോ തന്നെ നേരിട്ട് സുഖപ്പെടുത്തിയ ഒരു അനുഭവമാണ്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ അമ്മ എപ്പോഴും ഈശോയോട് നന്ദിയുള്ളവളായിരിക്കും. അവർക്കെല്ലാം ഇങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ ഇവിടെ വന്ന് നന്ദി പറയുന്നവരെല്ലാം നിത്യതയെ സ്നേഹിക്കുകയും നിത്യതയിലേക്ക് ഒരുങ്ങി ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവർക്കാണ് ലാസറിനെ പോലെ വീണ്ടും ഒരു ജന്മം, വീണ്ടും ഒരു ജീവിതം നൽകുന്നത്. നമുക്കറിയാവുന്നതുപോലെ മർത്തയും മേരിയും കരഞ്ഞപ്പോൾ അവരുടെ കൂടെ ഈശോ കരഞ്ഞു എന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ഈശോ കരയുന്നുണ്ട്. നമ്മുടെ ആ സങ്കടങ്ങളോട് ഈശോ ചേർന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. കാരണം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ജീവൻ നൽകാൻ സാധിക്കുന്ന ഒരേ ഒരു നാമം അത് ഈശോ മാത്രമാണ്. ഈശോ ആണ് ഈ അമ്മയ്ക്ക് ഇന്ന് സൗഖ്യവും ജീവനും നൽകി അൾത്താരയിൽ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ജാൻസിൻ്റെ ഒരു വലിയ അസ്വസ്ഥതയായിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഓക്സിജൻ ലെവൽ താന്നു പോകുന്ന ഒരു വലിയ അവസ്ഥ. ഇവിടെ ഉടമ്പടിയെടുത്ത് പോയതിന് ശേഷം ഈ മകൾ കൃത്യമായി പരിശുദ്ധ അമ്മയുടെ തൈലം നെറ്റിയിൽ പൂശുകയും തൻ്റെ ശ്വാസകോശത്തെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഈ മകളുടെ ആ ഒരു അസുഖത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകിയതായി ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് വാഹനം ഓടിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. 4 വീലർ തന്നെ ഓടിക്കുവാനും വാഹനത്തിൽ യാത്ര ചെയ്യാനും ഉള്ള സാധ്യതകളും അനുഗ്രഹവും ഈ മകൾക്ക് ഇന്ന് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി നഷ്ടപ്പെട്ടു എന്നുള്ളത് ആരുടെയെങ്കിലുമൊക്കെ കാശുരൂപം ഒരു സെക്കൻഡെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ്. അതുതന്നെയാണ് ജാൻസിനുണ്ടായതും. പരിശുദ്ധ അമ്മയുടെ കാശുരൂപം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടത്തിൽ അമ്മ തന്നെ ഈ മകളുടെ വീട്ടിലേക്ക് തേടി കടന്നു വന്ന ഒരു വലിയ അനുഭവം ഈ മകൾ ഏറ്റുപറയുന്നു. നമ്മുടെ എത്ര തന്നെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ വിഷയമല്ല. എൻ്റെ വീടോ വിവാഹമോ കുഞ്ഞുങ്ങളോ ജോലിയോ ഒന്നുമല്ല. എൻ്റെ പ്രഥമ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഈശോയ്ക്ക് മാത്രമായിരിക്കും. പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഈശോയുടെ അടുത്തേക്ക് നയിക്കുന്നത്.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും തന്നെ നമുക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ജാൻസിൻ്റെ ഭയം നീങ്ങിപ്പോയത് അങ്ങനെയാണ്. ഇന്ന് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ ഒരു സാക്ഷിയായി ഇന്ന് അമ്മ ഇവരുടെ വീട്ടിലുണ്ട്. ക്യാൻസർ രോഗം സൗഖ്യപ്പെടുകയും തൻ്റെ ഓക്സിജൻ്റെ ലെവൽ റെഗുലറൊക്കെ ആകുകയും ചെയ്ത വലിയ വലിയ അത്ഭുതങ്ങൾ ഏറ്റുപറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് കൃത്യമായി ഇടപെട്ടതിൻ്റെ സാക്ഷ്യം കൂടിയാണ്. നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. ജാൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.